ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. ട്രാവൽ തുമ്പിയുടെ അടുത്തൊരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഡൊമസ്റ്റിക് യാത്രയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിലിരുന്നിട്ട് റൺവേയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ദുബായിലുണ്ടായിരുന്നൊരു സുഹൃത്താണ്, മൂവാറ്റുപുഴയിലെ സനലേട്ടൻ. ഇനിയും രണ്ടുപേരുണ്ട്, അവരുടെ കഥ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരു എമിറേറ്റ്സ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ അതൊക്കെ കണ്ടിരിക്കുന്നു. എത്രയോ പേരായിരിക്കും ഇപ്പോൾ ദുബായിലേക്ക് പറക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. ജോലിക്ക് വേണ്ടി പോകുന്നവർ, അതുമാത്രമല്ല വിസിറ്റ് വിസയ്ക്ക് പോകുന്നവർ, ടൂറിസ്റ്റായിട്ട് പോകുന്നവർ, അങ്ങനെ എത്ര പേരാ ഫ്ലൈറ്റിലുണ്ടാവും. അതൊക്കെ കണ്ടിരിക്കുക ഞങ്ങളുടെ വാരണാസി ബോർഡിംഗ് അവിടെ തെളിഞ്ഞു വന്നു സ്ക്രീനിൽ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴി ഉത്തർപ്രദേശിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായും കവർ ചെയ്യുന്നത്, പ്രയാഗ്രാജ് ആൻഡ് വാരണാസി. അപ്പോൾ ഇതൊരു ആത്മീയമായ യാത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അതെ, ഒരു പുണ്യയാത്ര തന്നെ. ഒരു മഹാത്ഭുതം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. 2025 പ്രയാഗ്രാജിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലോകാത്ഭുതങ്ങളിൽ അത്ഭുതം, അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതെ, കുംഭമേള ഞങ്ങൾ 2019 കണ്ടിരുന്നു. അതൊരു അർദ്ധ കുംഭമേളയായിരുന്നു. ഇത്തവണ കാണുന്നത് പൂർണ്ണ കുംഭമേള, അതും 12 വർഷത്തിൽ കൂടുമ്പോൾ നടക്കുന്നത്. അതായത് 144 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ഒരു മേള കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ശരിക്കുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ബാംഗ്ലൂരിൽ ഒരു ഷോർട്ട് ലേ ഓവർ ഉണ്ട്. 45 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അവിടെ നിന്നാണ് പിന്നീട് വാരണാസിയിലിട്ട് പോകുന്നത്. ഫ്ലൈറ്റ് ഇപ്പോൾ കെമ്പഗൌഡ വിമാനത്താവളം ലക്ഷ്യമാക്കി ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞാനും സനലേട്ടനും മാത്രമുള്ളൂ പാസഞ്ചേഴ്സായിട്ട്. ഇനി ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ കയറിയിട്ട് വേണം. അവരും കുംഭമേളയ്ക്ക് വരുന്നവരായിരിക്കും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വാരണാസിയിലേക്ക് പറക്കാനായി തയ്യാറായി നിൽക്കുന്നു. ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണ് വാരണാസിക്കുള്ളത്. ഞാനും സനലേട്ടനും അല്ലാതെ 2 പേർ കൂടി ഈ ട്രിപ്പിലുണ്ട്. അവർ ദുബായിൽ നിന്നാണ് വരുന്നത്. റജിയേട്ടനും രാജീവേട്ടനും അവരവിടെ വർക്ക് ചെയ്യുകയാണ്. അവർക്ക് വാരണാസിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 4 പേരല്ലാതെ ഒരാൾ കൂടിയുണ്ട്. ആളുടെ കാര്യം പറഞ്ഞാൽ വളരെ രസകരമാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിന് പുള്ളിക്കാരൻ കൂടെ വരുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ വാരണാസിയിലുണ്ടാവും, കാശിയിലൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. അപ്പോൾ നമുക്ക് ആളെ കാണാം. കുറച്ചും കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കും. മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിന്റെയും ഒക്കെ ആകാശപാത പിന്നിട്ട് ഫ്ലൈറ്റ് ഇപ്പോൾ ഉത്തർപ്രദേശിനോട് അടുക്കുന്നു. അതായത് വാരണാസി എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഉത്തർപ്രദേശിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട്. 2019 ഞങ്ങൾ ദുബായിൽ നിന്ന് വാരണാസിയിൽ വന്നിരുന്നു. അന്നും ഇതേ വിമാനത്താവളത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതും കുംഭമേളയ്ക്ക് വേണ്ടി തന്നെയുള്ള യാത്രയായിരുന്നു. അന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് എയർപോർട്ട്. കാരണം കുംഭമേള നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ കുറച്ച് അലങ്കാരങ്ങളൊക്കെ കാണാം. വാരണാസി എയർപോർട്ടിന്റെ പുറംകാഴ്ചകളാണിത്. ഇവിടെ നിന്ന് ടാക്സി പിടിച്ചിട്ട് വേണം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്താനായിട്ട്. ഇന്ന് ഞങ്ങൾ കാശിയിൽ താമസിക്കും. പിന്നീടുള്ള 4 ദിവസമാണ് പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലെത്തി. ഇവിടെ ഇതാ നമ്മുടെ ഗുരുസ്വാമി എത്തുകയാണ്. നേരത്തെ പറഞ്ഞ ആ കഥാപാത്രം ശ്രീധർ സ്വാമി.
ഇത് ഞങ്ങളുടെ കപ്പട ഗുരുസ്വാമിയാണ്. ഗുരുസ്വാമി അങ്ങനെ വാരണാസിയിൽ ഞങ്ങളോട് മഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെക്കാൾ മുമ്പ് ഇവിടെ എത്തിയതേ. ഇവിടെ ഭജനയൊക്കെ തുടങ്ങിയേക്കാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം തിരിച്ച് കാശി അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ ഗുരുസ്വാമി പറഞ്ഞു 7:30 അവിടെ ഒരു മംഗളാരതി കർമ്മം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ്. ഇപ്പൊ തന്നെ ഏകദേശം സമയം 6:30 ആയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് വാഹന സൗകര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഈ കാണുന്ന തിരക്ക് കണ്ടില്ലേ, അതായത് വലിയ വാഹനങ്ങളൊന്നും പോകില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പയ്യന്മാർ വന്നിട്ട് ബൈക്കിൽ നമ്മൾക്ക് ട്രിപ്പ് തരും. അതായത് ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ സൺലൈറ്ററും ശ്രീധരേട്ടനും ആദ്യം പോയി. ഞാൻ കുറേ നേരം വേറൊരു ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കിട്ടിയ ഒരു ബൈക്ക് യാത്രക്കാരനുമായിട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വാരണാസി റോഡ് മൊത്തം കണ്ടില്ലേ, എന്തൊരു ട്രാഫിക് ആണെന്നറിയാമോ. ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വേറൊന്നുമല്ല, ഈ പ്രയാഗ്രാജിൽ പോകേണ്ട ആൾക്കാർ കംപ്ലീറ്റ് വാരണാസിയിൽ വന്നിട്ട് അവിടുത്തെ ദർശനത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ തങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തുകൊണ്ടും തിരക്കുള്ളൊരു സ്ഥലം. വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഓണടിച്ചല്ലാണ്ട് പോകാൻ പറ്റില്ല. ആ ഒരു സ്റ്റൈലിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇങ്ങനെ ബൈക്കിൽ കയറിയത്. ബൈക്കിൽ കയറിയിട്ട് നമ്മളൊരു ജംഗ്ഷനിലായിരിക്കും കൊണ്ട് ഇറക്കുന്നത്. ഈ മംഗളാരതി കർമ്മം നടക്കുന്ന അവിടം വരെ ഒന്നും പോകില്ല. അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടക്കാനുണ്ട്. അങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നടന്നും പിന്നെ കുറെ ദൂരം ഓടിയും ഒക്കെ ഞാൻ എങ്ങനെയോ ഗംഗയുടെ തീരത്തെത്തി. കുറെ ഗല്ലികളുടെ ഇടയിലൂടെയൊക്കെ നടന്നാണ് ഇവിടെ എത്തിപ്പറ്റിയത്. ഞാൻ വന്നപ്പോഴേക്കും ഗംഗാരതിയുടെ സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ ആളുകളുടെ തിരക്കിന് യാതൊരു കുറവില്ല കേട്ടോ. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അതിപുരാതനമായ ഒരു നഗരമാണ് വാരണാസി. BC 11-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊണ്ട ഒരു നഗരമാണിത്. ഇന്ത്യയുടെ ആത്മീയ നഗരം. കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ ഏകദേശം 1000കണക്കിന് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ? ഗംഗാമായെ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. പുണ്യ ഗംഗയുടെ തീരത്ത് നിരവധി ഘട്ടുകളുണ്ട്. അതിൽ ദശാശ്വമേധ് ഘട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ ഘട്ടിലും ഇങ്ങനെ ഗംഗ ആരാധന നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗംഗയെ എങ്ങനെയാണ് ആരാധിക്കുന്നത്. തീരത്ത് തന്നെ ഗംഗയുടെ ഒരു ഐഡൽ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും വർഷിപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു വിളക്ക് വെച്ചിട്ട് ഗംഗയെ ആരാധിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഞാനിത് 2019 എൻ്റെ യാത്രയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ നിരവധി ബോട്ട് സർവീസുകളുണ്ട്. അതായത് നമുക്ക് ഗംഗാ സ്നാനം ചെയ്യാനായിട്ട് വേറെ പല ഘട്ടുകളിലേക്ക് പോകാനും അതുപോലെ ത്രിവേണി സംഗമത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള ബോട്ട് സർവീസുകളാണ് ഈ കാണുന്നത്. അത് പകൽ സമയത്താണ് കൂടുതലും അത് ചെയ്യുന്നത്. എത്രമാത്രം ജനങ്ങളാണ് ഈ പുണ്യനഗരത്തിലേക്ക് എത്തുന്നതെന്ന് അറിയാമോ? പ്രത്യേകിച്ച് ഈ കുംഭമേളയുടെ സമയത്ത് ലക്ഷക്കണക്കിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യഗംഗ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മലിനമായിട്ട് മാറി. കാരണം ഇത്രയും ജനങ്ങളെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഏതൊരു നദിക്കും സാധ്യമല്ല, അല്ലേ? പക്ഷേ ഒരു കാലഘട്ടം വരെ അങ്ങനെ മലിനമായി കിടന്നിരുന്ന ആ ഗംഗയെ വീണ്ടും പുണ്യഗംഗയാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സർക്കാരുകൾ വളരെ നന്നായി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ പുണ്യഗംഗ ഇപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. മലിനമായ ഗംഗയിൽ നിന്ന് പുണ്യമായ ഗംഗയിലേക്കുള്ളൊരു പാത. ദശാശ്വമേധത്തിൽ നിന്ന് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വളരെ പുണ്യമായ സ്ഥലം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. ആ ഒഴുക്കിൽപ്പെട്ട് നമ്മൾ പോകുന്നു. മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് നമ്മൾ ഇവിടെ വരുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ വന്നാൽ മോക്ഷം ലഭിക്കും. ഞങ്ങളങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപം എത്തിയിരിക്കുകയാണ്. ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാശി അഥവാ വാരണാസി. ഇവിടം സന്ദർശിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് സങ്കല്പം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വേറൊരു അത്ഭുതമുണ്ടായി. സുഹൃത്തുക്കളെ, 2019 ഞാനിവിടെ വരുമ്പോൾ കാഴ്ചകൾ ഇങ്ങനെയായിരുന്നില്ല.
ഈ കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് പല ഗല്ലികളുടെ ഇടയിലൂടെ നടന്ന് മാത്രം നമുക്ക് കയറാവുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. കാരണം വേറൊന്നുമല്ല, ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഗംഗാതടവും ഇവിടെ എല്ലാനും നിരവധി ഷോപ്പിംഗ് സെന്റേഴ്സ് ആയിരുന്നു. അതായത് ചെറിയ ചെറിയ കടകൾ. അതും നടത്തിയിരുന്നത് ഹിന്ദുക്കളല്ലാത്ത ആളുകളാണ് ആ കടകൾ നടത്തിയിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ക്ഷേത്രത്തോടുള്ള വിശ്വാസം എങ്ങനെയുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കടകളെല്ലാം ഇവിടുന്ന് പൊളിച്ചു മാറ്റണമെന്നും ഗംഗാതടം മുതൽ ഈ ക്ഷേത്രം വരെ വേറെ ഒന്നും പാടില്ല എന്നൊക്കെ നിബന്ധന ഇറക്കി. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം ഇത്ര ഭംഗിയായി കാണുന്നത്. അതെന്തായാലും നല്ലൊരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യ സർക്കാരിനും അതുപോലെ ഉത്തർപ്രദേശ് സർക്കാരിനും ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൽ വളരെയധികം നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മുടെ സൻലേട്ടനും ശ്രീധർ സ്വാമിയും എന്തോ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. ഞാൻ അവരുടെ പിന്നാലെ പോയി. മരണത്തിന്റെ തീഷ്ണഗന്ധവും പേറി വരുന്ന കാറ്റിൽ ചാരത്തിന്റെ ചെറുതരികൾ ഞാൻ കണ്ടു. മാനം മുട്ടയുയരുന്ന പുകച്ചുരുളുകൾ, തന്നിലേക്ക് ആവാഹിച്ച് എന്തിനേയും ശുദ്ധീകരിക്കാൻ വെമ്പുന്ന ചിതാഗ്നികൾ. ശവം കരിയുന്ന ഗന്ധത്തിന് കർപ്പൂരത്തിനേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു അപ്പോൾ. അതെ, നമ്മളിപ്പോൾ എത്തുന്നത് മണികർണിക ഘട്ടിലാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവസാനം നമ്മളിവിടെ എത്തുന്നു എന്ന് കാണിക്കുന്നു. ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, എന്നെപ്പോലെ ഇങ്ങനെ ചിതാഗ്നികൾ, ഏതോ ശവശരീരങ്ങൾ ഇങ്ങനെ കത്തിയെരിയുന്നതൊക്കെ ക്യാമറയിലാക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ആളുകൾ, ഞാനുൾപ്പെടെ കേട്ടോ. ഈ ഞങ്ങളും എന്തെങ്കിലും ഒരിക്കൽ ഇതിനകത്ത് ചിതാഗ്നിയായി മാറാനുള്ളതാണെന്നുള്ള സത്യം എല്ലാവരും മറക്കണത്. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ തിരക്ക് കൂട്ടുന്നു. അതുപോലെ വേറൊരു സംഭവം, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുകളിൽ നിന്ന് നോക്കുന്ന ഒരു കാഴ്ച ഈ ചിതാഗ്നിയെ കാണാൻ പറ്റും. ആ കയറിനോടത്ത് ഇപ്പോഴത്തെ ഈ സീസൺ അനുസരിച്ചിട്ട് അവർ ടിക്കറ്റ് വെച്ചിട്ടാണ് കയറ്റണത്. ഒന്ന് ആലോചിച്ച് നോക്കി, ശവശരീരം കത്തുന്നത് കാണാനും ടിക്കറ്റ് വെച്ച് പണമുണ്ടാക്കുന്നു. മണികർണികയിൽ നിന്ന് ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ആ ഗല്ലികളുടെ ഇടയിലൂടെ ടുക് ടുക് വണ്ടി അങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നു. അപ്പോഴും മനസ്സിൽ ഗംഗാമാതാവിന്റെ ലാളനമേറ്റ് കിടക്കുന്ന ആ പുണ്യഭൂമിയായിരുന്നു മണികർണിക. ആരുടെയോ ശവശരീരം ദഹിപ്പിക്കാനായി അവരുടെ ബന്ധുക്കളോ കൂട്ടുകാരോ അപ്പോഴും നൃത്തം ചവിട്ടി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു.